Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur. കുറ്റിപ്പുറം മലയാളി 24ാമത് പുരസ്കാര വിതരണം നടത്തി. സിനിമ, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ പരുത്തുള്ളി രവീന്ദ്രനാണ് പുരസ്കാരത്തിനുടമ. ഇതോടനുബന്ധിച്ച് നടന്ന അനുസ്മരണവും പുരസ്കാരദാന ചടങ്ങും ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി പുരസ്കാരദാനം നിർവഹിച്ചു. NV കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ലളിതകലാ അക്കാദമി നടത്തിയ ഫോട്ടോ പ്രദർശനത്തിലേക്ക് ക്ഷണിച്ച 3000 ഫോട്ടോകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 8 ഫോട്ടോകളിൽ ഒന്ന് ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ നാസി അബ്ദുൽ നാസർ, CBSE +2 പ്രബന്ധരചനാ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ഫിസ മുജീബ് എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. പരുത്തുള്ളി രവീന്ദ്രന്റെ സിനിമാ ഗാനങ്ങളുടെ ആലാപനം നടന്നു. ഡോക്ടർ CPK ഗുരുക്കൾ, PV രാമകൃഷ്ണൻ, മുരളി കൊല്ലോത്ത്, AS സുൽഫിക്കർ, KP അസീസ് എന്നിവർ സംസാരിച്ചു. കുറ്റവാളിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അത് സംരക്ഷിക്കാൻ ഞാൻ രവേട്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ രവേട്ടിന്റെ അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പറയാം ജീവന്റെ ഭാഗമായിരുന്നു KC മുഹമ്മദ്. KC മുഹമ്മദാണ് നമ്മുടെ ഈ പാട്ടിലെ നായികയാണ് വിളിക്കുന്ന ചന്ദ്രികേച്ചി. ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികെ നീ ഒരു കവിത, ത്രിസന്ധ്യ എഴുതിയ കവിത. അവിടെ ആ പിന്നിലിരിക്കുന്ന കവിത ചന്ദ്രികേച്ചി ആണ് കാണുന്നതാ. അപ്പൊ ആ കവിത എഴുതിയതിനു ശേഷം ആ കവിത എഴുതി അക്കാലത്ത് ഒരു പ്രണയമാണോ അത് സാക്ഷാത്കരിക്കാൻ സത്യത്തിൽ രവേട്ടിനെ സഹായിച്ച ഒരാളാണ് ഈ KC മുഹമ്മദ്. എനിക്ക് തോന്നുന്നു ദാരിദ്ര്യവും മോതിരവും വരെ KC മുഹമ്മദാണ് ഉണ്ടാക്കി കൊടുത്തു തോന്നുന്നു. അല്ലെ, അത്ര നമുക്ക് പറയാൻ പാടില്ല. അത്രമേൽ KC മുഹമ്മദ് എന്ന് പറഞ്ഞാൽ രവേട്ട് തന്നെയാണ്. രവേട്ട് എന്ന് പറഞ്ഞാൽ KC മുഹമ്മദാണ്. രവേട്ടിന് ഒടുക്കം ഇവിടെ വന്നത്, രാമനാട്ടുകാർ താമസം ആൾക്കാർക്ക് ഒടുക്കം ഈ പ്രദേശത്തേക്ക് വന്നത് KC മുഹമ്മദിന്റെ ഖബർ ഒന്ന് സന്ദർശിക്കാൻ. അല്ലേ, കുറച്ച് മുമ്പ് വന്നില്ലോ. രവേട്ടിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, രാജുവിനെ ഓർമ്മയുണ്ടോ? KC മുഹമ്മദിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടിയാണ് തീരെ വൈകാതെ വന്നത്. പിന്നെ ഇപ്പൊ വരുന്നത് മലയാളിയുടെ പേരുള്ള പുരസ്കാരം വാങ്ങാനുമാണ്. അത് ഒരു വലിയ സ്നേഹത്തിന്റെയാണ്. അതിന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവരുടെയൊക്കെ മനസ്സിൽ എത്രമേൽ അഗാധമായിട്ടാണ് ഈ ബന്ധങ്ങൾ കിടന്നിരുന്നത്. അതാണ് പക്ഷെ കൊളക്കാടിനെ കുറിച്ച് പറയുമ്പോൾ, ഭാസിയെ കുറിച്ച് പറയുമ്പോൾ, മലയാളിയെ കുറിച്ച് പറയുമ്പോൾ ആ കാലത്തുണ്ടായിരുന്ന പലരെയും പലർക്കും സങ്കടമുള്ളത്. എനിക്ക് ആദ്യകാലത്ത് ഞാൻ മലയാളി പുരസ്കാര പരിപാടിക്ക് വരുമ്പോൾ അക്കിത്തം ഉണ്ടാവും, PM വെളിപ്പാടുണ്ടാവും, കുഞ്ഞാക്കുട്ടിക ഉണ്ട്. കുഞ്ഞാക്കുട്ടിക മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. കുഞ്ഞാക്കുട്ടിക വന്നില്ല, ആരോഗ്യ പ്രശ്നമൊന്നും അല്ലേ. കുഞ്ഞാക്കുട്ടിക മാത്രമാണ് ആ സംഘത്തിൽ ഇപ്പൊ ബാക്കിയുള്ളത്. പിന്നെ കുഞ്ഞോക്കെ ആ ഗ്രൂപ്പിൽ പിന്നെ കുറച്ചുകൂടി ചെറുപ്പം, രാമകൃഷ്ണന്റെ കൂടെ ചെറുപ്പല്ലേ, ഇവിടുത്തെ ജൂനിയർ ബാച്ചാ സുൽഫിക്കറൊക്കെ. ആ ഒരു കാലം ഗുരുക്കളുണ്ട്. ഗുരുക്കൾ പിന്നെ പ്രായമാവുന്നില്ല, ഗുരുക്കളുടെ വയസ്സാ ചോദിക്കാൻ. ഞാൻ കാണുമ്പോഴൊക്കെ ഗുരുക്കൾ കിട്ടി. ഞാനും കാണാൻ പറ്റുന്ന കുറേ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. ഞാൻ ഈ പറയുന്ന ഈ വന്യമേഘങ്ങളുടെ നിഴലിൽ 76-ലാണ്. അന്നും ഗുരുക്കൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുക്കളെ നമ്മൾ കടത്തപ്പെടുന്നില്ല. നമ്മൾ എത്ര കഴിഞ്ഞ് നമ്മളൊക്കെ പോയാലും അദ്ദേഹം ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കും. അതൊക്കെയാണ്, അതൊക്കെ ഒരു സന്തോഷമാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, അതൊക്കെ ഉള്ളിൽ പറ്റിയ പറഞ്ഞു പോകുന്നതാണ്. കാരണം അങ്ങനെ കുറ്റിപ്പുറം, ആധുനിക കുറ്റിപ്പുറം, ഈ കാണപ്പെട്ട കെട്ടിടങ്ങളോ റോഡോ ഒന്നും ആയിരുന്നില്ല. കുറ്റിപ്പുറം എന്നാ പണ്ട് കൊള്ളക്കാരുണ്ടായിരുന്നു എന്നാണ് പറയാം. പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് നടന്നു പോയാൽ കഴുത്തെടുത്ത് പപ്പടം അരയിൽ വെച്ച് പോയ ആളെ പണമാണെന്ന് കരുതി കൊന്നതൊക്കെയാണ് കുറ്റിപ്പുറത്തെ പഴയ കഥ. അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന കുറ്റിപ്പുറത്തെ, കൊല്ലും കൊലയും ഉണ്ടായിരുന്ന കുറ്റിപ്പുറത്തെ സംസ്കാര സമ്പന്നമായ ഒരു കുറ്റിപ്പുറമാക്കി മാറ്റിയത് മലയാളിയുടെ ഇടപെടലുകൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ നാടകങ്ങൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അനവധി മാപ്പിളപ്പാട്ടുകൾ. ആ കാലത്ത് അദ്ദേഹവും NP പോക്കർ എന്ന് പറയുന്ന ഇവിടെ തന്നെ എടപ്പാളുണ്ടായിരുന്ന പീസ് ബീഡി കമ്പനിയിലെ ബീഡി തീർപ്പ് തൊഴിലാളിയായിരുന്ന MP പോക്കർ, KG ഉണ്ണിയും, ഇവരൊക്കെ ഒരു കാലമാണ്. ആ ഇത് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്ന നാടകം, KG ഉണ്ണിയുടെ നാടകം, അതിലാണ് NP അയമൂന്റെ നാടകം, അതിലാണ് KG ഉണ്ണിയും പാട്ടെഴുതുന്നതിൽ അഭിനയിച്ച ഒരാളിപ്പോഴും ബാക്കിയുണ്ട്. 92 വയസ്സായിട്ട് ഓടി നടക്കുന്ന നിലമ്പൂർ ആയിഷ. അന്ന് വെടിയുണ്ടകൾക്കിടയിൽ അഭിനയിച്ചതാണ്. വെടിവെച്ച് എയർ ഗൺ കൊണ്ട് വെടികൊണ്ട് ചോര വാർന്നൊലിച്ച് അഭിനയിച്ച
ഐഷത്തെ ഒന്നിപ്പോൾ ഒരു ചരിത്ര നായികയാണ്. അരങ്ങിൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ആധുനിക കേരളം ഈ നാടകങ്ങളിലൂടെ കൂടി ഉണ്ടായതാണ്. അച്ഛനും ബാപ്പയും എന്നാണ് കെ.ടി. മുഹമ്മദ് അലി നാടകത്തിന്റെ പേര്. ഞാൻ ഈ പറഞ്ഞ ഈ സ്വത്വം രണ്ടല്ല എന്നതിന്റെ തെളിവാണ് അച്ഛനും ബാപ്പയും. വെളിച്ചം വിളക്കം വീഴ്ചുന്നു, ഇത് ഭൂമിയാണ്, ഭൂമിയിലെ മനുഷ്യർ ഒന്നാണ്, ഭൂമിയിലെ മനുഷ്യർക്ക് വെട്ടിമുറിച്ചാൽ ചോര ഒന്നാണ്, അസുഖം വരുന്ന ഒരുപോലെയാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒന്നായിരുന്നു, കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും വന്നു. ചൂരൽമല ദുരന്തം വന്നപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രകൃതി മാറ്റിവെച്ചില്ല. അങ്ങനെ ദുരന്തം വരുമ്പോൾ ഒപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ദുരന്തമില്ലാത്ത കാലത്ത് ഒപ്പമാണ്ടേ എന്നാണ് കലാകാരന്മാർ ചോദിക്കുന്നത്. ദുരവസ്ഥയിൽ ആശാൻ ചോദിക്കുന്നത്, ദുരവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ സാവിത്രി അന്തർജനം ചാത്തപ്പുരയുടെ കൈ പിടിച്ചു. ദുരവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ കൈപിടിക്കാമെങ്കിൽ 100 കൊല്ലം മുമ്പാണ് ദുരവസ്ഥയ്ക്ക് ഒരു നൂറ്റാണ്ട് പ്രായമായി. ദുരവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ കൈപിടിക്കാമെങ്കിൽ അല്ലാത്ത അവസ്ഥയിൽ കൈപിടിച്ചുകൂടെ? ഇല്ല, കോവിഡ് വന്നപ്പോൾ നമുക്ക് ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല, അമ്പലം ഉണ്ടായിരുന്നില്ല, പള്ളി ഉണ്ടായിരുന്നില്ല, ഒക്കെ അടച്ചു കിടക്കരുത്. ചർച്ച ഉണ്ടായിരുന്നു. വിരോധം കൊണ്ട് പറയുന്നില്ല, എനിക്ക് ദൈവത്തോട് യാതൊരു വിരോധമില്ല. പക്ഷെ അത്യാവശ്യം ഘട്ടത്തിൽ ഈ പള്ളികളും അമ്പലങ്ങളും ചർച്ചും ഒക്കെ അടച്ചു കിടന്നു. മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ സഹായിച്ചത്. ഒരു വീട് അവിടെയാണ്. അവിടെ പഠിക്കും ആ ബോധത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ആ ബോധത്തിൽ പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ പൂറൊക്കെ അപ്പ തുടങ്ങിയത് കുട്ടികൾ. അപ്പോൾ പോകുമ്പോൾ സ്കൂളിൽ ദിവസം ഗർഭിച്ചിട്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ കപ്പക്കഴിഞ്ഞില്ല. ആ കപ്പയുടെ ആർത്തി അതാണ് എനിക്കുണ്ടായത്. അപ്പം എല്ലാവരും അതിൽ നന്മ കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്, ഞാൻ ആ കപ്പല് വിശപ്പിൻ്റെ ശമനമാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ വിശപ്പിൻ്റെ ശമനം സ്വന്തം കണ്ടുപോയി സ്കൂളിൽ പഠിച്ചത് ഞാൻ 10ാം ക്ലാസ്സിൽ 2 വയസ്സ് തൊട്ട് 10ാം ക്ലാസ്സിൽ 2 വയസ്സ് തൊട്ട് പാട്ടെഴുതിയതാണ്. 10ാം ക്ലാസ്സിൽ 2 ക്ലാസ്സിൽ തൊട്ട് മോശം പാട്ടെഴുതാൻ പറ്റും. പക്ഷെ പാട്ടെഴുതി എന്നിട്ട് ഞാൻ പാസ്സായി. അങ്ങനെ ഈ ജീവിതത്തിൽ നിങ്ങളോടൊത്ത് നിങ്ങൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച എനിക്ക് ഇപ്പോൾ ഈ മുരളിയൊക്കെ എൻ്റെ സുഹൃത്താണ്, സിക്കിത്തണലാണ്. മുരളി ഇവിടെ കവിതാ എഴുതിച്ച ആ കുട്ടി, ആ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ എനിക്ക് സുഹൃത്താണ്, എനിക്ക് ശക്തിയാണ്. ഈ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാവരോടും കവിതകൾ എല്ലാവരോടും ഈ ഉടച്ചിൽ വരുന്നതിന് മുമ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്ലീസ് എന്നെ സഹകരിക്കുക. കിനാവിൻ്റെ കടവിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഇതാണ്: മൈലാഞ്ചി കാട്ടിൻ്റെ താരിൽ ഞാൻ മാണിക്യം കൊണ്ടൊരു വീടു കെട്ടും. കുറിക്കല്യാണങ്ങളുണ്ടാവും. ഓരോ കടക്കാര് ഒരു കൊല്ലത്തിൽ അവർക്ക് കിട്ടാനുള്ളത് പുതിയ തലമുറക്ക് അത് അറിഞ്ഞോളുന്നില്ല. കിട്ടാനുള്ള കടം ഒരു കൊല്ലത്തിലാണ് കിട്ടുക. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഒരു കുറിക്കല്യാണ്. അതിന് നല്ല കോളാമ്പിയൊക്കെ വെച്ച് നല്ല പാട്ട്, റെക്കോർഡ്, ഗ്രാമഫോൺ പാട്ടുകളൊക്കെ ഉണ്ടാവും. ആ കാശുമായി കൊടുക്കാനുള്ള പൈസ ഉണ്ട്. ആ പണവുമായി വന്നാല് സുഭിക്ഷമായ നല്ല പൊറാട്ടി ഇറച്ചി ഉണ്ടാവും. അപ്പൊ അതാണ്. അപ്പൊ അത് ഞങ്ങളെ വീട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഹോട്ടൽ. ഞാൻ കണ്ടത്തന്നെ അങ്ങാട്ട ഒരു സെൻട്രലായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഇങ്ങനെ വീടിന്റെ പുറത്ത് നിന്ന് അത് രാത്രി ഒരു 10 മണി വരെ നിൽക്കും. ഈ ഗ്രാമഫോൺ വെക്കുന്നത് നമ്മുടെ ഹുസൈൻ രണ്ടത്താണിയുടെ പിതാവ്, അദ്ദേഹമാണ് അന്നത്തെ അവിടുത്തെ പഴയ ഈ പിന്നെ സൗണ്ട്. ഹുസൈനൊക്കെ അവിടെ ഈ ഓപ്പറേറ്റർമാരില്ലാത്ത സമയത്ത് ഇതുമായി വരും. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കും. ഗ്രാമഫോണുകളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കും. അങ്ങനെ ഞാനത് പഠിച്ചു, ഈ പാട്ട് വെക്കുന്നതൊക്കെ. അപ്പോൾ ഓപ്പറേറ്റർക്ക് നല്ല സൗകര്യം, നിങ്ങളിതൊന്ന് വെക്കിയിട്ടാണ്. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അതിന് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദേവി ക്ഷേത്ര നടയിൽ. പക്ഷെ അത് ആ ഗ്രാമഫോൺ ഇങ്ങനെ എടുത്താൽ ഇപ്പോൾ ഇവിടെ ആലങ്കോട് പറഞ്ഞതുപോലെ അതിൽ പി ഭാസ്കരൻ എന്നാണ് അതിൻ്റെ ഗാനരചന.
പക്ഷെ അടിയിൽ ഒരു പക്ഷെ പരത്തുള്ളി രവീന്ദ്രൻ എന്നും ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മൾ ശ്രദ്ധയിൽ വന്ന് കൂടുതൽ പി ഭാസ്കരനാണ്, കണ്ണൂർ രാജൻ അതിന്റെ സംഗീതം. ഞാനൊരിക്കൽ പി ഭാസ്കരൻ മാഷുമായി ഒരു അഭിമുഖം നടത്തിയപ്പോൾ ഞാൻ ഭാസ്കരൻ മാഷയുടെ പാട്ടിനെ കുറിച്ച് പറയുന്നപ്പോൾ ഈ പാട്ട് ഞാൻ ഉപയോഗിച്ചു, ദേവി ക്ഷേത്ര നടയിൽ. അതിൽ ഭാസ്കരൻ മാഷ് പറഞ്ഞത് ആ പാട്ട് ഞാൻ എഴുതിയതല്ല, ആ പാട്ട് പരത്തുള്ളി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ്. ഞാൻ അതിൽ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ, അതാണിപ്പോൾ ഇവിടെ ആലക്കോട് പറഞ്ഞ കണ്ണാരപ്പാര്. ആ സിനിമയിൽ ബഹദൂർ പാടുന്നതാണ്. ബഹദൂർ പഴയ കാലത്ത് നമുക്കറിയാം, ആ മക്കി മതിയിലൊക്കെ കാണിക്കുന്ന ഒരു എന്തായാലും പറയാ, ആ അത് 10 പൈസ ഒക്കെ കൊടുത്താൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണാം. അത് അതുമായി നടക്കുന്ന ഒരാളാണ് ബഹദൂർ. ആ ബഹദൂർ പാടുന്ന ഒരു പാട്ടാണ് കണ്ണാരപ്പാറ് പൊന്നാര മോനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ബഹദൂർ പറയുന്നത്. തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ഒരു തുർക്കി കപ്പൽ വരുന്നുണ്ട്, ആടി ആടി വരുന്ന കപ്പലിൽ എന്തെല്ലാം ചരക്കുണ്ട്, അതൊക്കെ ഇതാണ് ഇത് കാണാൻ. ഈ പാട്ടാണ്